الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, കാരുണ്യവാനായ പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണക്കടലായ പടച്ചറബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാലം യാത്ര തുടരുന്നു. ഏറ്റവും പ്രധാനവും പവിത്രവുമായ ദുൽഖഅദ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. വിശുദ്ധ ഇസ്ലാമിലെ അതിപ്രധാനമായ ഹജ്ജുമായി ബന്ധപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൻ്റെ തൊട്ട് മുമ്പേയുള്ള മാസത്തിൽ നമ്മൾ നിലകൊള്ളും. ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി തൊട്ടടുത്ത ആഴ്ചകളിൽ നമ്മുടെ സഹോദരന്മാർ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പോകുന്ന സന്ദർഭമാണ്. അള്ളാഹു അവരുടെയൊക്കെ ഹജ്ജ് മഖബൂലായി മബ്റൂറായി സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജിന് പോകുമ്പോൾ ഉള്ളിൽ ഒരു ഓർമ്മ വരും മനുഷ്യന്. അത് ഒരു മനുഷ്യനാണ്. 4000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ജീവിച്ചുപോയ ഒരു ചരിത്ര പുരുഷൻ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകന്റെ നാമധേയം ശ്രദ്ധേയമാകും. കഅബയുടെ ഓരോ കോണുകളിലും ആ ഓർമ്മകൾ നിഴലിച്ച് കിടക്കുന്നുണ്ടാകണം. അവിടുത്തെ ഓരോ പ്രദേശവും ആ കഥകൾ നമ്മുടെ മനസ്സിൽ കോറിയിടുന്നുണ്ടാകണം. സ്നേഹനിധിയായ ഒരു രക്ഷിതാവായിട്ട് ഇബ്രാഹിം നബിയെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കാലം മക്കളില്ലാതെ അള്ളാഹു പരീക്ഷിച്ചതാണ്. മക്കളെ വില അപ്പോൾ ശരിക്കറിയും. ജീവിതത്തിൻ്റെ ഇരവ് പകലുകൾ ഒരുപാട് കടന്നുപോയപ്പോൾ ദാമ്പത്യത്തിൽ മക്കളില്ലാത്ത പരീക്ഷണം അനുഭവിക്കുക എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് അറിയൂ. അല്ലാത്തവർക്ക് വെറും വാക്കുകൾ മാത്രമാണ്. പല കാര്യങ്ങളും അങ്ങനെയാണ്. അനുഭവിച്ചവന് മാത്രമേ ചിലതറിയൂ, അല്ലാത്തവന് വെറും കേൾവികൾ മാത്രമാണ്.
ചില വരികൾ മാത്രമാണ്. അതുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ സൂറത്തു സ്വാഫാത്തിൽ പറയുന്നുണ്ട്, എനിക്ക് മക്കളെ തരണം എന്ന് പറയുന്നുണ്ട്, എനിക്ക് സന്താനത്തെ തരണം റബ്ബേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലുള്ളൊരു സന്താനം അത് അസ്വസ്ഥമാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ദുആ അടിവരയിടേണ്ട ദുആയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, എനിക്ക് നല്ല കുട്ടി വേണം, എല്ലാ അർത്ഥത്തിലും നല്ല മകൻ വേണം. അത് പ്രത്യക്ഷമായും പരോക്ഷമായും. ശാരീരിക വൈകല്യങ്ങളുള്ള മകനാണെങ്കിൽ അത് അസ്വസ്ഥതയാണ്, മാനസിക വൈകല്യങ്ങളുള്ള മക്കളാണെങ്കിൽ അത് അസ്വസ്ഥതയാണ്, സംസ്കാര സമ്പന്നമല്ലാത്ത മക്കളാണെങ്കിൽ അതും അസ്വസ്ഥതയാണ്. പിതാക്കൾക്ക് ഉറങ്ങാൻ കഴിയാത്ത വീടുകളുണ്ട് ദുനിയാവിൽ, കുടുംബം സ്വസ്ഥമല്ലാത്ത വീടുകളുണ്ട് ദുനിയാവിൽ, മക്കളെ കൊണ്ട് പൊറുതി മുട്ടുന്ന വീടുകളുണ്ട് ദുനിയാവിൽ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പുതിയ കാലത്ത്, മയക്കുമരുന്നിന്റെ കാലത്ത്, മാരകമായ ചില കൂട്ടുകെട്ടുകളുടെ കാലത്ത്, അപ്രതീക്ഷിതമായിട്ട് ചിലത് സംഭവിക്കുന്ന കാലത്ത് അവിടെ ഖലീലുള്ള ദുആ ചെയ്ത് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, എനിക്ക് നല്ല കുട്ടി വേണമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ പിന്നെയും ഖുർആൻ പറയുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇബ്രാഹിം സൂറത്തിലാണ് 40-ാമത്തെ ആയത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഇനി മക്കൾ എങ്ങനെ മക്കളാണ്? ആ മക്കൾക്ക് ആരാധനകളിൽ നിഷ്ഠ വേണം, ഇസ്ലാമിക കർമ്മങ്ങളോട് അവർക്ക് താല്പര്യം ഉണ്ടാകണം. എങ്ങനെയെങ്കിലും മക്കളായാൽ പോരാ, അത് സ്വസ്ഥത നഷ്ടപ്പെടുത്തും, അത് രണ്ട് ലോകവും നഷ്ടപ്പെടുത്തും. ദുനിയാവ് മാത്രാവൂല, ആഖിറം മാത്രാവൂല. അതുകൊണ്ട് ഇബ്രാഹിം നബി ദുആ ചെയ്തു, റബ്ബിൽ ജഅൽനി മുഖീമസ്സലാ, എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം റബ്ബേ. ഇബ്രാഹിം നബി ദുആ ചെയ്യാണ്, എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം എന്നാണ്. അപ്പൊ ഈ മടി, അസ്വസ്ഥത എല്ലാവർക്കും പിടികൂടുന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഖലീലുള്ള ദുആ ചെയ്യാണ്, എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം. വമിൻ ദുർരിയത്തി, എന്റെ മക്കളെയും, മക്കളെ ആരാധനകളിൽ മക്കൾക്ക് നിഷ്ഠ വേണമെന്നാണ് ഈ ബാപ്പ പറയുന്നത്. റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണം റബ്ബേ എന്ന് ഇബ്രാഹിം നബിയുടെ ദുആ കാണാം. പിന്നീട് വളർന്നു വരുന്ന ഇസ്മായിലിന്റെ സംസ്കാരം നമ്മൾ കാണുന്നു. ഇബ്രാഹിം നബി വെട്ടിത്തെളിയിച്ച അതേ പാതയിൽ ഒരു മകൻ. ഇസ്മായിൽ നബിയെ പറ്റി ഖുർആൻ പറയുന്നത് വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്ത്, മക്കളോട്, കുടുംബത്തോട് നിസ്കരിക്കാൻ അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു ഇസ്മായിൽ നബി. വസ്സകാത്ത്, സകാത്ത് ദാനധർമ്മത്തിന്റെ കാര്യവും പാവപ്പെട്ടവനോടുള്ള കാരുണ്യത്തിന്റെ കാര്യവും സ്വന്തത്തെയും മാത്രമല്ല മറ്റുള്ളവനെ പരിഗണിക്കേണ്ട കാര്യവും. പിന്നെ അല്ലാഹ് പറഞ്ഞു വകാന ഇൻദ റബ്ബിഹി മർദിയ, ഇസ്മായിൽ അല്ലാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടവനുമാണ്. ഇസ്മായിലിന്റെ ചരിത്രം അറിയാത്തവരില്ല, എങ്ങനെ തൃപ്തി വന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പറഞ്ഞു വന്നത് അതേ മേഖലയിൽ, അതേ പാതയിൽ അങ്ങ് ജീവിക്കുന്നു. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കളെ നന്മകളിൽ കൂടെ നിർത്തുകയാണ്. നമുക്ക് നാട്ടുപുറത്തൊക്കെ കാണാം, വാപ്പ നിസ്കരിക്കാൻ പോകും സുബഹിക്ക്, അല്ലെ, മകനവിടെ കടന്നുറങ്ങുണ്ടാവും. ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും ഓനെ വിളിക്കണ്ട, ഓന് കുറച്ചും കൂടി ഉറങ്ങിക്കോട്ടെ. എവിടുന്ന് നന്നാകാൻ കുടുംബം, എവിടുന്ന് നന്നാകാൻ? ഈ ഒരു കൾച്ചർ അസ്തമിച്ചു പോയ, അല്ലെ, നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അവിടെയാണ് ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത്, പരിശുദ്ധ കഅബാലയത്തിന്റെ തൂണുകൾ ഇബ്രാഹിം നബി ഉയർത്തുമ്പോ കൂടെ ഉണ്ട് ഇസ്മായിൽ, ഇസ്മായിലും കൂടെയുണ്ട്. എന്നിട്ട് രണ്ടുപേരുടെയും ഒരു സംയുക്തമായ ദുആ, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹ് ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവൻ, നീ എല്ലാം അറിയുന്നവനാണ്. തീരുന്നില്ല ഖുർആൻ. മക്കൾക്ക് ആദർശം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു, സംസ്കാരം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു, വിശ്വാസം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. കുടുംബത്തിൽ ജീവിച്ച മക്കൾ, അല്ലെ, എന്തൊക്കെ നാട്ടിൽ നടക്കുന്നു.
സംസ്കാരത്തിൽ നിന്ന് അറ്റുപോകുന്ന മക്കൾ, നിരീശ്വരത്വം തലക്ക് പിടിച്ച ചില മക്കൾ, ഇഷ്ടം പോലെ മിശ്ര വിവാഹമാണ് എന്റെ ആദർശം എന്ന് പറഞ്ഞിട്ട് ആരുടെയോ കൈ പിടിച്ചിട്ട് ഒരു വേള വീട്ടിൽ കയറി വരുന്ന മക്കൾ. പിന്നെ ആ കുടുംബത്തിന് എന്തർത്ഥം? ആളുകളൊക്കെ ഉണ്ടാവും, വലിയ പുരോഗതിയാണ് ഒക്കെ പറയാൻ തൽക്കാലം, അതാ പറയുന്നവൻ പറയുന്ന നേരത്തെ ഉണ്ടാവുള്ളൂ. പിന്നെ ആ രാത്രിയും ഒരു ജീവിതം മുഴുവനും കരയാൻ ആ കുടുംബം ഉണ്ടാവുള്ളൂ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ച് നോക്കണം. നമ്മൾ പറഞ്ഞു വന്നത് ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ മക്കൾ, അതുപോലെ യാക്കൂബ് അടക്കമുള്ള ആളുകൾ മക്കളെ ഉപദേശിച്ചു. യാ ബനിയ ഇന്നല്ലാഹു അസ്തഫാ ലകുമുദ്ദീൻ, എന്റെ മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇസ്ലാം ദീനിനെ, ഈ മതത്തെ. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഇത് വർഗീയതയൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഭയങ്കര വർഗീയത അങ്ങനെയൊന്നും തോന്നണ്ട. നമ്മൾ ഈ ചിന്തിച്ച് ഇങ്ങനെ കാട് കയറിയപ്പോ പുതിയ കാലത്ത് അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങുക. ജനനം ഇസ്ലാമിലാണ്, സംസ്കാരം ഇസ്ലാമില്, ജീവിതം ഇസ്ലാമില്, എങ്കിൽ പിന്നെ മരണം അങ്ങനെ തന്നെ. അത് വേറെ പല കോലത്തിലാകുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ട് അത്ഭുതപ്പെടുന്നു. വാട്സപ്പിൽ ഇങ്ങനെ വിരലിട്ടേരാനൊക്കെ ആൾക്കാരുണ്ടാവും, വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് അതന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അനുഭവങ്ങൾ സ്വന്തമാണ്, മറ്റാർക്കും അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ അനുഭവിച്ചവനെ ചിലതറിയൂ, അല്ലാത്തവനറിയില്ല. അല്ലാത്തവന് വാക്കുകൾ മാത്രമാണ്, കേൾവികൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ഖലീലുള്ള മക്കളെ വിളിച്ച് ഉപദേശിച്ച് പറഞ്ഞ വാക്കാണ് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മരിക്കുമ്പോ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്റെ മക്കളെ. യാക്കൂബ് നബി വിളിച്ചുപദേശിക്കുന്ന ഉപദേശമാണ്. നിങ്ങൾ ഈ സംസ്കാരം വിട്ടു പോകരുത്, ഈ ആദർശത്തിൽ നിന്ന് നിങ്ങൾ പടിയിറങ്ങിപ്പോകരുത്. അതോടൊപ്പം കുടുംബത്തിൽ ശിർക്ക് വരരുത്. ബാപ്പാന്റെ തീരുമാനമാണ്, ആ കുടുംബത്തിന്റെ തീരുമാനമാണ്. ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നുണ്ട്, വഇദ ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ, അല്ലാഹുവേ ഈ നാട് നിർഭയത്വമുള്ള നാടാക്കണം, ഈ മക്ക സുരക്ഷിതത്വമുള്ള നാടാക്കണം. വജുനുബിനി, എന്നെ കാക്കണം, വബനിയ, എന്റെ മക്കളെ, അന്നഅ്ബുദൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് പൂജ അർപ്പിക്കുന്നതിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്. ഇബ്രാഹിം സൂറത്തിലെ 35 വായിക്കുമ്പോൾ കാണാൻ കഴിയും. മക്കളെ സ്വസ്ഥതയോടുകൂടി ഒരു സംസ്കാരത്തിന്റെ കൂടെ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഭാഗ്യം, അത് ഇരു ലോകത്തും അനുഭവിക്കുന്ന ഒരു ഭാഗ്യം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ വിശാലമായ ജീവിതത്തിന്റെ ഒരു തലം. ഒരുപാട് കൽപ്പനകൾ കൊണ്ട് ഇബ്രാഹിം നബിയെ നമ്മൾ പരീക്ഷിച്ചു. അള്ളാഹു പറയാ റബ്ബുഹു, ഇബ്രാഹിം നബിയുടെ റബ്ബ് പരീക്ഷിച്ചു. കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചപ്പോ അതെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി. എല്ലാ പരീക്ഷണവും വിജയിച്ചു. അങ്ങനെ എല്ലാരെ കൊണ്ടും പറ്റൂല. പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട്, അതൊന്നും വിശദമാക്കി പറയുന്നില്ല, നമുക്കറിയാവുന്നതാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട്, തിരമാല പോലെ ജീവിതം പരീക്ഷണങ്ങൾ. അഗ്നിനാളത്തിലേക്ക് എറിയുന്നൊരു നേരണ്ടല്ലോ, ആ ഇബ്രാഹിം നബിയെ ഭരണകൂടം അഗ്നി ഒരുക്കിയിട്ടതിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്നുണ്ട്, എന്താ ഇബ്രാഹിം നബി നിനക്കറിയോ? ഇബ്രാഹിം നബിനെ പറ്റി പറയുന്നുണ്ട്, മാസാല ഇബ്രാഹിമു ഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. തീനാളത്തിൽ എറിയുന്ന നേരത്തെ ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്ക്, എനിക്ക് അല്ലാഹ് മതി, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹ് മതി. ചില തഫ്സീറുകളിൽ കാണാം, ജിബ്രീൽ മലക്ക് ചോദിച്ചു അത്ര, എന്തെങ്കിലും സഹായം വേണോ? മാറി നിൽക്കും ജിബ്രീൽ, എനിക്ക് എന്റെ റബ്ബ് മതി. അചഞ്ചലമായൊരു വിശ്വാസം, വല്ലാത്തൊരു ധൈര്യം, ഒരു വിശ്വാസിയുടെ അകത്തളത്തിൽ മാത്രമുണ്ടാകുന്ന അത്ഭുതകരമായൊരു പ്രതിഭാസം. അതാ ഇബ്രാഹിം നബി. അതുകൊണ്ടാണ് എല്ലാ പരീക്ഷണം ജയിച്ചു. ആ ജയിച്ചപ്പോ ഇനി അല്ലാഹ് ഒരു ക്വാളിറ്റി കൊടുക്കുക. എന്താ പറഞ്ഞ അല്ലാഹ്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിന്നെ ഞാൻ ജനങ്ങൾക്ക് നേതാവാക്കുന്നു.
അല്ലെങ്കിൽ നിന്നെ ഞാൻ ജനങ്ങൾക്ക് മാതൃകയാക്കുന്നു, ഇമാമാക്കുന്നു. ഇമാമാകണമെങ്കിൽ അതാണ്, കുറെ ക്വാളിറ്റികൾ ഉണ്ടാകണം. നിന്നാക്കാൻ പോവുക. അപ്പൊ ഈ ബാപ്പയുടെ മനസ്സിന്റെ മന്ത്രം നോക്കൂ. അള്ളാന്റെ മക്കളെ ആക്കണം. തലമുറകളോടുള്ള വല്ലാത്തൊരു പ്രാർത്ഥനയുള്ള ഒരു പിതാവിന്റെ ഗദ്ഗതം. എന്റെ മക്കളെയും പല്ല പറഞ്ഞൊരു അക്രമികളായ ആളുകൾക്ക് നാം അത് നേതൃത്വം നൽകുകയില്ല. അവരെ നമുക്ക് മാതൃകയാക്കാനാവില്ല, അവരെ ഇമാമാക്കാൻ കഴിയില്ല. അപ്പൊ നിന്റെ മക്കളിൽ നിന്ന് നല്ലവരെ ആക്കും എന്ന് പറയുന്നു. ബഖറ സൂറത്തിലെ 124 ആയത്ത്. മരിക്കാൻ കിടക്കുന്ന ഒരു നേരമുണ്ട് ഇബ്രാഹിം നബി. ആ നേരത്തുമുള്ള ഉപദേശം പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് മക്കളുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും ഉപദേശങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മക്കൾ മാതൃകയാക്കണം. എന്റെ മക്കളെ ഒരിക്കലും ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്. മക്കളുടെ നന്മക്ക് വേണ്ടി വീണ്ടും ദുആ വരുന്നു. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. അല്ലാഹ് ഞങ്ങളെ രണ്ടുപേരെയും മുസ്ലിങ്ങളാക്കണം. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുടെ ദുആയാണ്. വമിൻ ദുർരിയ്യതിനാ ഞങ്ങളുടെ മക്കളെയും ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക ഞങ്ങളുടെ മക്കളിൽ നിന്നും നല്ല ഒരു സമുദായം, ഒരു തലമുറ ഇവിടെ ഉണ്ടാകണം. വാരിനാ മനാസിക്കനാ ഞങ്ങൾക്ക് ആരാധനകളെ നീ കാണിച്ചു തരണം റബ്ബേ. വത്തുബ് അലൈനാ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ സ്വീകരിക്കണം, ഞങ്ങളുടെ പാശ്ചാത്താപം സ്വീകരിക്കണം. ഇന്നക അൻത തവ്വാബുർ റഹീം. നീ തൗബ ചെയ്യുന്നവരിൽ ഏറ്റവും, തൗബ സ്വീകരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണ്, നീ കാരുണ്യവാനുമാണ്. ബഖറ സൂറത്തിലെ 128 ആയത്തില് അത് വായിച്ചെടുക്കാൻ സാധിക്കും. മക്കളോടുള്ള അടങ്ങാത്ത കൽപ്പന, അടങ്ങാത്ത താല്പര്യം, അടങ്ങാത്ത സ്നേഹം, അവരെ കൂടെ നിർത്തുന്ന ഒരു താല്പര്യം, അങ്ങനെ ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത, അങ്ങനെ മക്കളും പിതാവും ഒന്നിച്ച് ഒരു ദീനിന്റെ മേഖലയിലുള്ള ജീവിതം, അങ്ങനെയുള്ള ഒരു സ്വസ്ഥത ആലോചിച്ച് നോക്കൂ. എന്തോ ഒരു സൗഭാഗ്യമായിരിക്കും അതിന്. ഒരു ഭിന്നിപ്പില്ല, ഒരു പ്രയാസമല്ല, വീക്ഷണങ്ങൾ അല്ലെ, വാഗ്വാദങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു തരത്തിൽ അവർ ഒന്നായി മാറുന്ന ഒരു മഹാ അത്ഭുതം. അവിടെയാണ് ഇബ്രാഹിം നബി ഖിയാമം വരെ അത്ഭുതമായി മാതൃകയായി ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു മഹാ അത്ഭുതം നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് ഈ ദൗത്യം തുടരുക എന്നുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ ഈ ദൗത്യം തുടരുകയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ദുആ വീണ്ടും ഖുർആൻ പറഞ്ഞു. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക്. അല്ലാഹ് ഞങ്ങളുടെ രക്ഷിതാവേ, അവരിൽ നിന്ന് ഒരു ദൂതനെ നീ അയക്കണം, പ്രവാചകനെ നീ അയക്കണം. എന്റെ ഈ തലമുറ അങ്ങനെ കടന്നു പോവുകയാണ് ഇവിടെ. അതുകൊണ്ട് ഇവരിൽ നിന്നൊരു ദൂതൻ വരണം. ആ ദൂതൻ വന്നിട്ട് യത്ലൂ അലൈഹിം ആയാതിക നിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കണം. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ അവർക്ക് കിതാബ് ഓതിക്കൊടുക്കണം, അവർക്ക് ഹിക്മത്ത് പറഞ്ഞു കൊടുക്കണം. വയുസക്കീഹിം അവരെ സംസ്കരിക്കണം. ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ നീ പ്രതാപവാനാണ്. ബഖറ സൂറത്തിൽ 129 ആയത്താണ്. ഈ പ്രാർത്ഥനയുടെ ഫലമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം എന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അല്ലാഹു റസൂൽ പറയുമായിരുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ ദുആയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ ദുആയാണ്. അന്ന് നടത്തിയൊരു ദുആ ഉണ്ട്, ഈ മക്കയിൽ ഒരു നബി വരണം. അത് മുഹമ്മദ് നബിയെ കുറിച്ചാണ് പറയുന്നത്. വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക. ഇസ്മായിൽ നബിക്ക് ശേഷം വേറെ ആ പരമ്പരയിൽ പ്രവാചകന്മാർ അറിയപ്പെടുന്നില്ല.
അപ്പുറത്ത് ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ നിരവധി പ്രവാചകന്മാരെ കാണുന്നു, ഇസ്രായേലി മക്കളെ അടക്കാം ആ പ്രബോധിത സമൂഹത്തെ കാണുന്നു. ഇതങ്ങനെ അറബ് വംശം അവിടെ അങ്ങനെ നിൽക്കുക, അതിലൊരാള് വരാൻ പോവുക, അതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുന്ന് പറയും, അന ദഅവത്തു അബീ ഇബ്രാഹീം, എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ ദുആയാണ് ഞാൻ, എന്റെ ബാപ്പാന്റെ ദുആയാണ് ഞാൻ. എപ്പോഴും അങ്ങനെയാണ് മാതാപിതാക്കളുടെ ദുആ. അത് ജീവിതവും മരണവും എത്ര കടന്നുപോയാൽ അതെപ്പോഴും മക്കളെ കൂടെ ഉണ്ടാവണം. അവരെ തൃപ്തിയും പൊരുത്തമുണ്ടാകണം എന്നാണ് ഈ പഠിപ്പിച്ചത്. അവരെ ദുആയല്ലാതെ മറ്റെന്താണ് ദുനിയാവിൽ, അവരുടെ ദുആയല്ലാതെ മറ്റെന്താണ് ആഖിറത്തിൽ? അവരെ പൊരുത്തം അത് വല്ലാത്തതാണ്. അതാണ്ട് ഈ ഒരു ദുആ പരിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു കുടുംബ പശ്ചാത്തലം അത് അത്യത്ഭുതകരമാണ്. ആ ബന്ധവും ആ സ്നേഹം, എന്ത് പരീക്ഷണങ്ങൾ വരുമ്പോഴും കൂടെ നിൽക്കാൻ മകനുണ്ടാകുന്നു, സഹധർമ്മിണി ഉണ്ടാകുന്നു. അതുകൊണ്ട് ഒറ്റക്കാക്കി പോകുന്നൊരു നേരമുണ്ട് വിശുദ്ധമായ ഇന്നത്തെ മക്കയിൽ. ആ സഹധർമ്മിണിയായ ഹാജറിനെ, ഉമ്മു ഇസ്മായിലിനെയും ചോര പൈതലായ ഇസ്മായിലിനെയും, ഇസ്മായിലിന്റെ ഉമ്മനെ അവിടെ ഒറ്റക്കാക്കുക, എന്നിട്ട് പോവുക. ഒരു തോൽപാത്രം ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്, അതിൽ വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളം ഹാജർ ഇങ്ങനെ കുടിക്കും. കുട്ടിക്ക് പാല് കൊടുക്കണം, അതിനു വേണ്ടി വെള്ളം ഇങ്ങനെ കുടിക്കും. പക്ഷെ അത് വറ്റി, അത് തീർന്നു. പക്ഷെ അപ്പോഴേക്ക് ഇബ്രാഹിം പോകുമ്പോ ഇസ്മായിലിന്റെ ഉമ്മ അഥവാ ഹാജർ പിന്തുടർന്നു ഇബ്രാഹിമിനെ. ഇങ്ങനെ പോവുക ഒരു മനുഷ്യൻ. ഒരു വിളിയുണ്ട്, യാ ഇബ്രാഹിം ഇലാമൻ തത്റുകനാ, ആരെ ഏൽപ്പിച്ചിട്ടാ നിങ്ങൾ പോണത്? ഞങ്ങളെവിടെ ഇട്ടിട്ട് ആരെ ഏൽപ്പിച്ചിട്ടാ നിങ്ങൾ പോണത്? അപ്പൊ ഒരു മറുപടി ഉണ്ട്, ഖാല ഇലല്ലാഹ്, അല്ലാഹനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ, ഞാൻ പോവുക. ആ നേരത്തെ ആ ഉമ്മാന്റെ ഒരു വർത്താനുണ്ട്, ഖാലത്ത് റളീതു ബില്ലാഹ്, അല്ലാഹനാണെങ്കിൽ എനിക്ക് തൃപ്തിയായി. അതാ വിശ്വാസം, അതാണ് ധൈര്യം. അല്ലാഹനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നു എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോ അതങ്ങോട്ട് അംഗീകരിക്കുക. അതാണ് ആദർശം, അതാണ് കുടുംബം. പുതിയ കാലത്ത് ഇടപെടൽ മക്കളകറ്റുന്നാണ് ചിലർ പറയുന്നത്. വല്ലാതെ നമ്മൾ ഇടപെടണ്ട, അത് കുട്ടികളകറ്റുന്ന. ആ ഒരു കാലത്തും ലോകത്തും കുടുംബത്തിന്റെ കൂടെ, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഈ അത്യത്ഭുതകരമായ ഈ ഒരു സംവിധാനം, ഈ ഒരു പെരുമാറ്റം, അവരെ കൂടെ നിർത്താൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആ ദുആ നമ്മളെ പഠിപ്പിച്ചത്. ഓതി വെച്ച ആയത്ത് ഇബ്രാഹിം സൂറത്തിലെ 37-ാമത്തെ ആയത്ത്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, അല്ലാഹ് ഞാൻ എൻ്റെ മക്കളെ ഇവിടെ താമസിപ്പിച്ചു പോവുക. ബിവാദിൻ ഗൈരി ദീ സറഇൻ, ഒരു കൃഷിയില്ലാത്ത താഴ്വരയിൽ, ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പവിത്രമായ ഭവനത്തിനരികിൽ ഞാൻ പോകുമ്പോ എന്റെ ലക്ഷ്യം റബ്ബനാ ലിയുഖീമുസ്സലാഹ്, എന്റെ മക്കളെ നിസ്കാരം നിലനിർത്തുന്നവരാകണം. ഓരോ പിതാവിന്റെ ദുആതാകണം. അല്ല വല വാപ്പാര് പറയുന്നുണ്ട്, ഞാൻ നിസ്കരിക്കലില്ല, എന്റെ കുട്ടികളും അങ്ങനെ തന്നെ, വലിയ കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങനെ അങ്ങനെയില്ല. റബ്ബനാ ലിയുഖീമുസ്സലാഹ് ഫജ്അൽ അഫ്ഇദതം മിനന്നാസ് തഹ്വീ ഇലൈഹിം, ജനങ്ങളുടെ ഹൃദയങ്ങൾ അവരോട് നീ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണം. ഒരു തലമുറ അവിടെ രൂപപ്പെടുക, ജലാശയം അവിടെ ഉണ്ടാകുക, അവിടെ സംസ്കാരങ്ങൾ പെറ്റു വീഴുകയാണ്. ലോകത്തിന്റെ നെറുകയിലേക്ക് വിശുദ്ധ മക്ക കയറി വരിക. ലക്ഷോപലക്ഷം ലബ്ബൈക്കയുടെ അമരധ്വനികളുമായി അങ്ങോട്ട് ആർത്തലച്ചു വരുന്ന ഒരു ലോകം സംജാതമാകാൻ പോവുക. ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയിൽ നിന്ന് അള്ളാഹു എല്ലാം അത്യത്ഭുതകരമായി ചരിത്രത്തിന്റെ നെറുകയിലേക്ക് അത് സംഭവിച്ചു പോവുക. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഹൃദയങ്ങൾക്ക് അവരോട് നീ സ്നേഹമിട്ട് കൊടുക്കണം.
പഴവർഗ്ഗങ്ങൾ അവർക്ക് നീ കൊടുക്കണം റബ്ബേ, സമറാത്ത് അവർക്ക് നീ കൊടുക്കണം റബ്ബേ, ലഅല്ലഹും യഷ്കുറൂൻ, അവര് നന്ദിയുള്ളവരായി തീരും റബ്ബേ. സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്ത്. അതുകൊണ്ട് കുടുംബം, മക്കൾ, സംവിധാനം അവിടത്തെ ഇബ്രാഹിം നബി ഒരു അത്ഭുതമായി മാറണം. ആ ഇടപെടലുകൾ, കുടുംബത്തിനോടുള്ള ഇടപെടലുകൾ, മക്കളോടുള്ള ഇടപെടലുകൾ, അങ്ങനെ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ഇസ്ലാമിന്റെ അത്യുജ്വലമായ ഒരു സംസ്കാരം, അതുണ്ടാക്കി തീർക്കുന്ന സ്വസ്ഥത, ആ തലത്തിൽ ഉയരാനും വളരാനും നമുക്ക് സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കളും കുടുംബവും ഈ ദീനിന്റെയും ആദർശത്തിന്റെയും തലത്തിൽ ജീവിക്കുന്ന സൗഭാഗ്യം കൊണ്ട് റബ്ബ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.